ഞങ്ങളുടെ റൂമില് 2 ബെഡാ ഉള്ളത്. അതിലൊന്ന് നനഞ്ഞിരിക്കായിരുന്നു. അതുകൊണ്ട് അവക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം, അവൻ താഴെ വീഴാൻ ഒരു സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ആരോ അവനെ എടുത്ത് തറയിൽ കിടത്തിട്ടുണ്ടാവുന്ന. പ്ലീസ് റാണിയമ്മ. ഇപ്പോൾ സമയമായി കഴിഞ്ഞു. പോയി റാണിയമ്മയെ വിളിച്ചിട്ട് വരാൻ. റാണിയമ്മ മിണ്ടരുത്. പറഞ്ഞു കഴിഞ്ഞോ? ഈ രാജകൊട്ടാരത്തിന്റെ അച്ചടക്കത്തെയാണ് നീ ചോദ്യം ചെയ്തിരിക്കുന്നത്. കൊട്ടാരത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, എല്ലാം വൃത്തിയായി സൂക്ഷിക്കും. കിടക്കയിൽ നനവുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ പറ്റില്ലേ? ഇല്ല റാണിയമ്മ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്താണോ കണ്ടത് അതാ ഞാൻ പറഞ്ഞത്. അത് ശരി. നുണ പറയുന്നതല്ല. ശരി, ഞാൻ തന്നെ നോക്കാം. ഇതാണോ ആ കിടക്ക? ഈ കിടക്കയിൽ പറഞ്ഞതുപോലെ നനവുണ്ട്. നനഞ്ഞിട്ടുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല റാണിയമ്മ, അത് നനഞ്ഞിരിക്കാന്ന്. ഞാൻ കള്ളം പറയില്ലെന്ന്. ഈ മെത്തയിൽ എവിടെയാ നനവുള്ളത്? എവിടെയാ നനവുള്ളതെന്ന്? പക്ഷെ ഇവിടെ നനഞ്ഞിരിക്കായിരുന്നല്ലോ റാണിയമ്മ. ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. നുണ പറഞ്ഞു. ഈ നുണ മറയ്ക്കാനായി മറ്റൊരു നുണ പറയുകയാണ്. ഇല്ല റാണിയമ്മ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഇവിടെ നനഞ്ഞിരിക്കായിരുന്നു. എന്നെ ഒന്ന് വിശ്വസിക്കണം. ആ റാണിയമ്മ ഇവളിങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നോക്ക്, റാണിയമ്മയുടെ മുമ്പിൽ തന്നെ എന്തുമാത്രം കള്ളത്തിലാണ് പറയുന്നെന്ന്. ഇവൾ നുണ പറഞ്ഞതിനുള്ള ശിക്ഷ ഇവൾക്ക് കിട്ടണം. അത് സാധാരണ ശിക്ഷയായിരിക്കില്ല. ഇനി ഇവൾ നുണ പറയുന്നതിന് മുൻപ് 1000 തവണ ആലോചിക്കും. ഞാൻ ഇവളെ കല്ല് മിനിസ്റ്റർ വന്നിട്ടുണ്ട്. മിനിസ്റ്റർ കാലൂരാം? അയാൾ എപ്പോഴാ മിനിസ്റ്റർ ആയത്? അപ്പൊ ശിക്ഷ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റാണിയമ്മ നിനക്ക് എന്ത് ശിക്ഷ തരാൻ പോകുന്നെന്ന്? അടി ഇല്ല, കൈ കൊണ്ടടിക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കാത്ത എന്തോ തരുമെന്നാ. ഇപ്പൊ നീ ചിന്തിക്ക്, എങ്ങനെ തെടുക്കാന്ന് റാണിയമ്മ നിനക്ക് തരാൻ പോകുന്ന ശേഷം. ഇപ്പൊ നിന്റെ ധൈര്യമൊക്കെ പോയി. രാത്രി ഇതൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യം പറയുന്നേക്ക് റോജ, എനിക്കറിയാം ഇവിടെ ആരോ മാട്രസ് മാറ്റിയതാ. പക്ഷെ ആരാ, എന്തിനു വേണ്ടിയാ? ഹലോ, നിന്നോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നേ. അതിന് നിന്നെ ഈ റൂമിലേക്ക് വരാൻ ആരും ഇൻവിറ്റേഷൻ തന്നിട്ടില്ല. മാത്രല്ല എനിക്ക് ആരോടും ഉത്തരം പറയാനുള്ള സമയമില്ല. ഓഹോ, നീ ഇതോടെ പോ. നിന്നെ ഇവിടെ ആരും വിളിച്ചൊന്നുമില്ലല്ലോ. നമസ്കാരം മഹാറാണി. നമസ്കാരം. എന്നെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഗംഭീരമായി. അതായത് എന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നർത്ഥം. പവറിൽ എന്താ ഉള്ളത്? അത് പണം കൊടുത്ത് മേടിക്കാമല്ലോ. പക്ഷെ ബഹുമാനം നമ്മൾ സമ്പാദിച്ചാലേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് എല്ലാം മറന്നു അല്ലേ? ബഹുമാനിക്കാൻ പോലും മറന്നിരിക്കുന്നു. നനഞ്ഞ മാട്രസ് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവല്ലോ. അത് കണ്ടുപിടിച്ച് റാണിയമ്മയോട് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് തെളിയിക്കണം.
നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മറന്നുപോയി. നിങ്ങളാണ് എല്ലാം മറക്കുന്നത് മഹാറാണി. ആർക്കാണോ ഇവിടെ അധികാരമുള്ളത് അവർ പറയുന്നതേ ഇവിടെ നടക്കൂ. എല്ലാം മാറി തുടങ്ങി മഹാറാണി. നിങ്ങൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? രാജ്, ഇയാളിപ്പോ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായി മാറി. അതായത് നമ്മുടെ ഫാക്ടറിയുടെ എല്ലാ പേപ്പറുകളും ഇയാൾ മൂലമേ നീങ്ങുകയുള്ളൂ. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് എന്ത് സംസാരിച്ചാലും ഒന്ന് ആലോചിച്ചിട്ട്. മിനിസ്റ്റർ സാർ, അധികാരം കിട്ടുമ്പോ പലരുടെയും സ്വഭാവം തന്നെ മാറും. ഞാൻ കൊച്ചുനാൾ മുതലേ ഇതൊക്കെ കണ്ടതാ. ഞാൻ ഭരിച്ചിട്ടുമുള്ളതാണ്. നിങ്ങളുടെ മിനിസ്റ്റർ പദവിക്ക് എന്റെ ആശംസകൾ. പക്ഷെ നിങ്ങളുടെ ഈ അഹങ്കാരമൊന്നും എന്റെ അടുത്ത് വില പോകില്ല. ഞാൻ എന്റെ ബിസിനസ് കൃത്യതയോടെയും വ്യക്തതയോടെയുമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അധികാര ദുഷ്പ്രയോഗം ചെയ്തിട്ടില്ല. എന്നെക്കുറിച്ച് ഒരു കുറവും പറയാൻ പറ്റില്ല. രാജ് ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കലും അറിയാൻ പാടില്ല. അവളുടെ ഭരണത്തിൽ അവളുടെ അനുമതിയില്ലാതെ മദ്യ ഫാക്ടറി ഓപ്പൺ ആകാൻ പോവുകയാണ്. സാനിറ്റൈസർ ഫാക്ടറി എന്ന് പറഞ്ഞ് മദ്യ ഫാക്ടറിയെ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറയും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോ കറ പറ്റിയിരിക്കുന്നു. കല്ലൂറാം സാർ എന്ന് വിളിക്കൂ. ആ യോഗ്യത നിനക്കില്ലടാ. ഗസ്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ബഹുമാനിക്കുന്നത്. മര്യാദയ്ക്ക് പുറത്തു പോ. വീണ്ടും എന്തെങ്കിലും പണിയും കൊണ്ട് വന്നാ പിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. ഇനി അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടാവോ? ഈ ബെഡല്ലേ? കഴുത്തിന് പിടിച്ച് ഞാൻ നിങ്ങളെ പുറത്താക്കും നിങ്ങളുടെ ഈ കൊട്ടാരത്തിൽ നിന്ന്. സർക്കാരിന്റെ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് മുഖത്ത് വലിച്ചെറിയും ഞാൻ. ഇവിടുന്ന് തല കുനിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഇയാളെന്തിനെങ്ങനെ ഒച്ച വെക്കുന്നത്? നമുക്കിപ്പോ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ഇയാളുടെ കൈകളില. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇടാ, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് എന്തിനാണ് കൈ വെറുതെ കൊണ്ട് പൊള്ളിക്കുന്നത്? നീ വെറുതെ മിണ്ടാതെ അടങ്ങി നിൽക്കേ. ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് നമുക്ക് നല്ലത്. ഈ റാണിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയേ? മര്യാദയ്ക്ക് മറുപടി പറ. എന്റെ ഭഗവാനെ, ഈ മനുഷ്യനെ ഞാൻ ഇനി എന്താ ചെയ്യാ? ഋതിക്, എന്തായി കാണിക്കുന്നേ? അയാൾ ഇവിടെ, നമുക്ക് സംസാരിക്കാം. പറയടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? റാണിയോട് ഇങ്ങനെ സംസാരിച്ചാൽ നിന്നെ ഞാനോ? നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ടോ? അതും ഒരു മന്ത്രിയോടെ? അതെന്താണെന്ന് വെച്ചാ, ഇവിടെ നിങ്ങളുടെ ലീഡർഷിപ്പ് ഒന്നും കാണിക്കാൻ പാടില്ല. ഇത് അരമനയാ, അരമന. ഇവിടെ ലോയലായിട്ട് നടക്കണം. മതി, ഒരുപാട് കേട്ട് കഴിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി. ദയവ് ഇത് ആ കൈകൊണ്ട് നീട്ട്. തണുത്ത സ്ഥലത്ത് എത്ര നേരം എങ്ങനെ കിടക്കാൻ പോകുന്നത്? വരൂ, കൈ നീട്ടു. അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. നിങ്ങള് ഈ അപമാനത്തിന് മുതലും പലിശയും ചേർത്ത് ഞാൻ പകരം വീട്ടും. അതുവരെ എന്റെ ഈ ഡ്രസ് ഈറനോടെ തന്നെ ഇരിക്കും. അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഹേ കല്ലൂര, നീ ഇപ്പൊ മന്ത്രിയായി. ഇപ്പോഴെങ്കിലും നിനക്ക് ഈ കീറിയ ബനിയൻ ഇടാതിരുന്നൂടെ? ഋതിക്, ആരടുത്ത് എന്തായി സംസാരിക്കുന്നേ? ഡേയ്, എനിക്കെല്ലാം അറിയാവടാ. അവന്റെ ബനിയനൊന്നും നോക്ക്, അതിന്റെ അകത്ത് എത്രയാ ഓട്ട. എല്ലാരും വളരെ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ.
സാനിറ്റൈസർ ഫാക്ടറിയിൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഈ ചിരി ഉണ്ടാവണം. നമുക്ക് വീണ്ടും കാണാം. റാണിയമ്മ, ദേ ഇത് കണ്ടോ? ഇതാണ് ആ നനഞ്ഞ ബെഡ്. ഇതാണ് തെളിവ്. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. ഒന്ന് വിശ്വസിക്ക്. ഈ പെൺകുട്ടി ഏതാണ്? ഇവളാരാണെന്നുള്ള ചരിത്രം കൂടി ഒന്ന് ചികഞ്ഞെടുക്കും. നിനക്ക് എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? കിടക്ക എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇത് കൊട്ടാരമാണ്, അല്ലാണ്ട് വല്ല ലോക്കൽ കോളനി ഒന്നുമല്ല. ഇവിടെ വന്ന് നിനക്ക് തോന്നിയത് വിളിച്ചു പറയാനായിട്ട്. നീ ഒരാൾ കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. അതിന് ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ആ ബെഡല്ലേ കൊണ്ടുവന്നത്. ഇത് ശരിക്കും നനഞ്ഞിരിക്കായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നീ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന്? എങ്ങനെ പറയാൻ പറ്റും? നീ തന്നെ നനച്ചു കൊണ്ടുവന്നതാണോ അല്ലയോ എന്ന്? നീ എങ്ങനെ പ്രൂവ് ചെയ്യും ഈ കിടക്ക ശരിക്കും നിന്റെ തന്നെയാണോ അല്ലയോ എന്നുള്ളത്? ഇപ്പഴാ നിങ്ങളെ കറക്റ്റ് പോയിന്റിലെത്തിയേ. കാര്യം എന്താണെന്നറിയോ? ഇന്നലെ രാത്രി ഞാൻ അവിക്കും കൂടി ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ വരച്ച് ബെഡിലും ഡ്രോയിങ് ചെയ്തു. ആ മാർക്ക് ഇപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ? പക്ഷെ ഇത് നീ പറയും. മതി മോഹിനി. റോജ പറയുന്നത് ശരിയാണ്. റാണിയമ്മ ഇതിന്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും ഇത് കൊണ്ടുവന്ന് പെടുത്തണം. കിടക്കയ്ക്ക് നനവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മോഹിനി. അതെ, എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഈ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഏതൊരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നാണ്. ഇവന്മാരെല്ലാം വെറും മടിയന്മാര്. ആദ്യം കള്ളത്തരം ചെയ്യും, എന്നിട്ട് അത് ഒളിപ്പിച്ചു വെക്കും. ഞാൻ ഇന്ന് തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. മോഹിനി, ഇതൊക്കെ നിനക്ക് ആദ്യം തന്നെ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നില്ലേ? നീയാണെങ്കിൽ ഒന്നും ചെയ്തില്ല. സ്റ്റാഫ്സിനോട് ഒന്നിനെ കുറിച്ച് ചോദിച്ചില്ല. എന്നിട്ട് നേരെ ഈ റോജയുടെ മേൽ കുറ്റം ചുമത്തി. ഈ റോജ കാരണം എൻ്റെ ആൻറ്റിക്ക് ദിവസവും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും ഇവിടെ വിടാൻ പോകുന്നില്ല. ഇപ്പോൾ നീയാണ് പറയേണ്ടത്. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ ഇതുപോലെ ശരിയായ കാര്യം തെറ്റായ സമയത്ത് തെറ്റായ ഇടത്ത് തെളിയിച്ചാൽ അതാരും വിശ്വസിച്ചെന്ന് വരില്ല. ആ തെറ്റാണ് ഇപ്പൊ നീ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിന്റെ മേൽ വ്യാജമായി കുറ്റം ചുമത്തിയെന്ന് മനസ്സിലായി. പക്ഷെ നീ ഏത് വിധത്തിലാണോ സത്യം തെളിയിച്ചു കാണിച്ചത് അതും അത്രത്തോളം തന്നെ തെറ്റാണ്. സത്യം തെളിയിക്കാൻ ശരിയായ സമയവും ശരിയായ സ്ഥലവും ഉണ്ട്. ഇതൊക്കെ നീ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഒരിക്കലും ഇത് നീ ആവർത്തിക്കരുത്. നിനക്ക് ശ്രദ്ധയുണ്ടാവണം. ശരി റാണിയമ്മ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് കൊടുത്തേക്കാൻ പറ്റും. പക്ഷെ ഇവൾ ബുവാമയോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ മനുഷ്യൻ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. റാണിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എവിടുന്ന് ധൈര്യം വന്നടാ? മറുപടി പറയടാ. ആ കല്ലൂരാമനെ അപമാനിച്ചത് കണ്ടാലുണ്ടല്ലോ, വലിയ ആണാണെന്നാ വിചാരം. വലിയ ആണത്തം കാണിക്കുന്നു. അയാളൊരാണല്ല. എനിക്ക് വലിയ തലവേദനയാണ് അയാളെ കൊണ്ട്. എന്റെ കഷ്ടകാലം. അയാളാ ചെയ്തു വെച്ചിട്ടില്ലേ കല്ലൂരാമനോട്? അയാള് നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല. അയാൾ ഇൻഡയറക്റ്റായി ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത് നമ്മളെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ പ്രതാപ്. അല്ലെങ്കിൽ നമ്മൾ പോയി പെടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തിലാണ്. ഒരു കാര്യം ചെയ്യ, അയാൾക്ക് പൈസ കൊടുക്ക. അയാൾക്ക് എത്ര പൈസ വേണോ അത്രയും പൈസ കൊടുത്തിട്ട് അയാളുടെ വായ അടപ്പിക്കാൻ നോക്ക്. അയാള് വായ തുറക്കാതിരുന്ന മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. കാരണം അയാൾ അങ്ങ് വായ തുറന്നാലുണ്ടല്ലോ, നമ്മൾ 3 പേരുടെ എല്ലാ കളികളും റാണിയമ്മയുടെ മുമ്പിൽ വരികയും ചെയ്യും. നമ്മൾ വലിയ പ്രശ്നത്തിൽ പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. ആ കല്ലൂരാം തന്റെ കൈകൾ നിവർത്തി നമ്മൾക്ക് നേരെ ഭീഷണിയുമായി വരുന്നതിന് മുമ്പ് എങ്ങനെയും അവനെ അടക്കി നിർത്തിയേ പറ്റൂ പ്രതാപ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ചേച്ചി. നീ അവിടെ ആ കല്ലൂരാമന്റെ കാര്യം നോക്ക്. ഞാൻ ഇവിടെ ആ റോജയുടെ കാര്യം ശരിയാക്കുന്നുണ്ട്. റോജ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഈ പെങ്കൊച്ച ഞങ്ങളെയാണ്.
കൊച്ചിയെ ഞാനുണ്ടല്ലോ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഇരിക്കൂ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമല്ലോ മോളെ. ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞത് റാണിയമ്മ വിശ്വസിക്കെങ്കിലും ചെയ്തല്ലോ. അയ്യോ വരുന്നുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ ഈ സമീറിന്റെ അടുത്ത് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. നോ ഇല്ല. അല്ല, എന്താ നിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയത് സമീർ? ഓക്കെ, ലെറ്റ് മീ ഹെൽപ്പ് യു. അങ്ങനെ തന്നെ നിൽക്കും. എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ട. സമീർ, ഞാൻ നിന്നോട് പറഞ്ഞു കേട്ടോ, എന്റെ കാര്യം ഞാൻ നോക്കണം. എന്തൊരു മനുഷ്യനാടാ നീ. സ്റ്റാച്ചു അനങ്ങാതെ നിൽക്കണം കേട്ടോ. ഇപ്പൊ നോക്ക്, നീയും കുടുങ്ങിയില്ലേ? ഈ ഫെയർ ലൈറ്റ് വെച്ച് നീ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഇവിടെ ദീപാവലി കൊണ്ടാടാൻ നോക്കുമായിരുന്നു. ഒരു മിനിറ്റ്, ഇതൊക്കെ നീ ചെയ്തത് എന്നെ കൊടുക്കാൻ വേണ്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ ദീപാവലി. നിന്നോട് ആരാ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട്? നിന്നെ കുറച്ച് പതുക്കെ വന്നുകൂടായിരുന്നു. എന്റെ ടൈമിംഗ് മൊത്തം പോയില്ലേ? ഓയ് ഹലോ, ഞാൻ നടക്കുന്നത് എന്റെ ഇഷ്ടത്തിനാണ്, അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടല്ല. നിനക്കൊരു കാര്യം അറിയോ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന വലിയൊരു പറയാറുണ്ട്. അതന്നെ ഇപ്പൊ നിനക്ക് നടന്നത്. ആരാണ് കുഴി കുഴിക്കുക അവരായിരിക്കും അതിനകത്ത് ആദ്യം വീഴുക. നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട്? അതുപോലെ നീ കാരണം ബുവാമ ഇൻസൾട്ട് ആവുന്നത് നിനക്ക് കാണാൻ ഭയങ്കര സന്തോഷമാണല്ലേ? നീ ഇതൊക്കെ എന്നോട് പകരം വീട്ടാൻ വേണ്ടി ചെയ്യാണോ? ദേ നോക്ക് സമീർ, സത്യം അറിഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും മാനനഷ്ടം ഉണ്ടെങ്കിൽ സോ ഐ എം സോറി. ഏയ് ഐ വാണിയോ. നിന്റെ കണ്ണിൽ അഹങ്കാരം കാണുന്നുണ്ട്. നീ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് നീ അത് മാത്രമേ കാണുന്നുള്ളൂ. നീ നിന്റെ ഈ മോറൽ സയൻസിന്റെ ലെക്ചർ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നീ പറഞ്ഞതുപോലൊക്കെ തന്നെയാ നീ കാണുന്നത് വിശ്വസിക്കുന്നു. അതുപോലെ നീ ഒന്നും റോയൽ അല്ല. നീ സ്വയം അങ്ങനെ വിചാരിച്ചു വെച്ചേക്ക. നിന്റെ ചിന്തകളൊക്കെ ചീപ്പാ. യെസ് മീ. ഇന്നത്തേക്ക് ഇത് മതി. ഒരുപാട് തത്വചിന്തയായി പോയി. എനിക്കിവിടുന്ന് പോണം, സമാധാനം കളയാൻ വേണ്ടി. അത്ര ഈസി ഒന്നുമല്ല സമീറിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുന്നത്. നീ ആദ്യം ഒന്ന് അനങ്ങാതെ നിക്ക്. ഇത് കൂടുതൽ കെട്ടുപണഞ്ഞോണ്ടിരിക്കുക. ഐ തിങ്ക് നിനക്കിത് ഇഷ്ടപ്പെട്ടല്ലേ? എന്റെ കൂട്ടത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ലക്കി യു. നിന്റെ അടുത്തൊക്കെ പെട്ടുപോകുന്നത് എൻജോയ്മെന്റ് അല്ല, പണിഷ്മെന്റ്. സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മാത്രം മതി. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അവിക്ക് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. സംസാരിച്ചാൽ തന്നെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യല്ലേ. ഐ ഹോപ്പ് ഇന്ന് ഞാൻ എടുത്ത ലെസൺ നീ ഒരിക്കലും മറക്കാതിരിക്കും മിസ്റ്റർ റോയൽ. റാണിയമ്മ, അവിക്കിനെ സൂലേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നു. ആഹാ, അവിക് ബണ്ണയെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ.
പെട്ടെന്ന് ചെല്ല്, എന്നിട്ട് പപ്പ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണേ. ചെല്ല് ചെല്ല്. എന്താ അത്? ഇങ്ങനെയാണോ എന്നോട് ഹലോ പറയുന്നത്? ശരി, ഇനി നമ്മൾ എപ്പോ മീറ്റ് ചെയ്താലും ഇങ്ങനെ വേണം ഹലോ പറയാൻ. ആ? റോജ, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ? അതെ റാണിയമ്മ, ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് പോവും. നോക്കുമോനെ, നിനക്ക് റോയൽ സവാരി വലിയ ഇഷ്ടമല്ലേ? ഇന്ന് നമുക്ക് റോയൽ ബഗ്ഗിയിലിരുന്നു കൊണ്ട് സൂയിലേക്ക് പോവാം. ആ? വാ. സമീർ 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 ഫംഗ്ഷന് നീ ആരാണ് കാണിച്ചു? ആ ദാ സമീർ എത്തിയല്ലോ. ഇനി ഉറപ്പായിട്ടും നമ്മളായിരിക്കും ജയിക്കുന്നത്. ഗായ്സ്, സമീറിനെ പോലെ ഗിറ്റാർ വായിക്കാൻ ഈ നാട്ടിൽ ആരെ കൊണ്ട് തന്നെ പറ്റില്ല. Come on, come on, come on. ഒന്ന് വായിച്ചു കൊടുക്ക്. ഓക്കെ, ഓൺലി ഫോർ യു ഗായ്സ്. ആ, okay, okay. വായിക്ക്. അതൊക്കെ ശരി തന്നെ സമീർ. നമ്മുടെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഗ്രൂപ്പിലെ മൂന്നാമത്തെ പയ്യനാരാ? ആനുവൽ ഫംഗ്ഷൻ ഒക്കെ അല്ലേ? എന്തെങ്കിലും ഐഡിയ? വി ഹാവ് ടു ചൂസ്, റൈറ്റ്? മൂന്നാമത്തെ ആൺകുട്ടിയല്ല, മൂന്നാമത്തെ പെൺകുട്ടി. പെൺകുട്ടിയോ? ഓക്കെ. റോസ് 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 എന്താ? അത് ശരി, അപ്പൊ ഇതിൽ നിന്റെ കൈയാണല്ലേ? നീ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂറ്റുപോട്ടും മേലെയാ. അവൾക്കൊരിക്കലും എൻ്റെ റേഞ്ച് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവൾ നമ്മുടെ ടീമിലിരിക്കട്ടെ. ആഹാ, അത് കൊള്ളാലോ. പക്ഷേ സമീർ ബ്രോ, അവളോട് നിനക്ക് വെറുപ്പല്ലേ? ഇനി അവളെങ്ങാനും നിന്നെ അവളുടെ വലയപ്പെടുത്തിയതാണോ? ഇവന്മാരെന്തൊക്കെയാ സ്വകാര്യം പറയുന്നത്? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. സമീർ ഒരു റോയലാണ്, അവൻ്റെ ഇഷ്ടങ്ങളും റോയലാണ്. അവളൊരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് അവളെ നമ്മുടെ ടീമിൽ ചേർത്തത്. ഇവിടെ അവൾ ജീവിക്കാൻ കുറെ കഷ്ടപ്പെടുന്നു. നൈസ് വൺ. That's all. നമ്മുടെ ടീമിന്റെ പുതിയ മെമ്പർ റോസ്. വാവ്, ആകെ മൊത്തത്തിൽ എല്ലാം ചളവാ. ടിറ്റു, ഇപ്പൊ നീ എന്റെ പേര് ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞേ? അത് പിന്നെ എനിക്ക് നിങ്ങളുടെ ലൂസേഴ്സ് ടീമിൽ ജോയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല. സമീർ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ തോക്കാൻ പഠിച്ചിട്ടില്ല. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. നമുക്ക് നോക്കാം. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ഈ ഗിറ്റാറില് ജസ്റ്റ് ഇങ്ങനെ തട്ടാൻ മാത്രമേ അറിയുള്ളൂ, അതോ ശരിക്കും ഗിറ്റാർ വായിക്കാൻ അറിയോ? നിനക്ക് ഈ ഗിറ്റാർ പിടിക്കാൻ പോലും അറിയത്തില്ല. മര്യാദയ്ക്കായിരുന്നു കേട്ടോ. നേരെ പിടിക്കാൻ പോലും അറിയില്ല. So funny. ഗിറ്റാർ കേൾക്കാനും പഠിക്കാനും വേണ്ടിയാണ്. അതിവിടെ കൊണ്ടുള്ള പരിപാടിയാണ്. പിന്നെ ട്യൂൺ ഈസ് വെരി മ്യൂസിക്കൽ. ഒരു പ്രാവശ്യം കേൾക്കുമ്പോണ്ടല്ലോ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഗൈസ്, വൺ മോർ. ഓക്കെ, ഗോ. സമീർ സമീർ. ഇവന് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല.